നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ മിഷണറിമാർ വന്ന് ചെയ്തത് മുഴുവൻ അതായിരുന്നു. അതെ, നമ്മൾ അവിടെയാണ് കയറി വരേണ്ടത്. ആ ഒരു കാലം നമ്മുടെ അക്ഷരാഭ്യാസവും തന്നതും ആതുര സേവനങ്ങൾ ചെയ്തതും മദർ തെരേസയുടെ പ്രവർത്തനങ്ങളും ഇതെല്ലാം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ പ്രസംഗത്തെക്കാട്ടിലും കൂടുതൽ പ്രവർത്തനങ്ങളാണ് ചെയ്തത്. നമ്മളിന്ന് ബൈബിൾ കൊണ്ട് നടക്കുന്ന പോലും ഹെർമൻ ഗുണ്ടട്ട് ആ ഒരു കാഴ്ചപ്പാടിൽ വന്നുകൊണ്ട് എത്രമാത്രം എഫേർട്ട് എടുത്തുകൊണ്ടാണ് അദ്ദേഹം എന്ത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് അല്ലേ. അതെ, അതൊരു പ്രസംഗം ഇന്ന് നമ്മൾ പഠിച്ചത് അദ്ദേഹം അക്ഷരലിപി ഉണ്ടാക്കിയതുകൊണ്ടല്ലേ. എത്ര കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഇന്ന് മറ്റേ വില്യം കേറിയുടെ സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ആരംഭമൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരിക്കും ഇന്നും വ്യത്യസ്തമായ തലങ്ങളിൽ പെന്തക്കോസ്തുകാരായ പാസ്റ്റേഴ്സിന്, പെന്തക്കോസ്തുകാരായ വിശ്വാസികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹത്തിന് വേണ്ടി. പലപ്പോഴും എനിക്ക് തോന്നുന്നു പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണടച്ച് നടക്കുന്ന പോലെ തോന്നാറുണ്ട് എനിക്ക്. നമ്മുടെ കണ്ണ് തുറക്കണം, എനിക്കതേ പറയാനുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു അമ്മച്ചിയുടെ കരച്ചിൽ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അതെ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട ഒരു മാനസിക രോഗിയെ കണ്ടപ്പോൾ നമ്മുടെ കണ്ണ് തുറപ്പിച്ചു. ഇനി അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ കാണാൻ ഇനി എന്തുമാത്രം കിടക്കുന്നു. അതെ, അപ്പം നമ്മൾ യങ്സ്റ്റേഴ്സ്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവാക്കൾ, നമ്മൾ കണ്ണ് തുറന്ന് കാണുക. ഇതുപോലുള്ള വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മുടെ സ്നേഹം വേണ്ടിയവർ, നമ്മുടെ സഹായം വേണ്ടിയവർ, നമ്മളുടെ ആശ്വാസം വേണ്ടിയവർ, അത് പ്രസംഗത്തിൽ കൂടിയാകാം, വാക്കുകളിൽ കൂടിയാകാം, സാന്നിധ്യത്തിൽ കൂടിയാകാം, സാമ്പത്തിക സഹായങ്ങളിൽ കൂടിയാകാം. ഒരുപാട് കാര്യങ്ങൾ നമ്മളിനി ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ, അതിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു.